എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ RODCയുടെ കുറച്ച് തിയറി ക്ലാസ് ആണ് നോക്കിയിരുന്നത്. RODC എന്ന് പറഞ്ഞ എന്താണ്, എന്തിനാണ് RODC ക്രിയേറ്റ് ചെയ്യുന്നത്, RODC എവിടെയൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാം, ഇങ്ങനെ ഒരു RODC വെക്കുന്നത് കൊണ്ട് കമ്പനികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സുകളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു RODC സെർവർ 2016 സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ കമ്പനിയുടെ സ്ട്രക്ചർ അനുസരിച്ച് ഒരു 3-4 വിധത്തിൽ ഈ RODC കോൺഫിഗർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ഈ കമ്പനി UAEയിലാണെന്ന് വിചാരിക്കുക. UAEയിൽ നിന്നുള്ള സുഹൃത്തുക്കളാണ് കൂടുതൽ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ UAE ഒരു എക്സാമ്പിൾ ആക്കി എടുക്കുന്നത്. ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ് അബുദാബിയാണ്. ഈ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ദുബായിലാണെന്ന് വിചാരിക്കുക. ഈ ദുബായിലുള്ള ബ്രാഞ്ചിൽ ആകെ 10-15 സ്റ്റാഫുകൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ബ്രാഞ്ചിൽ ഒരു റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഒരു RODC കോൺഫിഗർ ചെയ്യുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ നമ്മളിപ്പോ കടക്കുന്നില്ല. ഈ RODC ഏതൊക്കെ മെത്തേഡിൽ ഈ ദുബായിലെ ബ്രാഞ്ചിൽ കോൺഫിഗർ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് ആദ്യത്തെ ഒരു മെത്തേഡ്, ഈ ദുബായിൽ ഒരു 10-15 സ്റ്റാഫ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ സ്റ്റാഫുകളിൽ ആർക്കെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയുമെങ്കിൽ ഈ ഹെഡ് ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റർ ഒരു സെർവർ ഈ ബ്രാഞ്ചിലേക്കായിട്ട് അറേഞ്ച് ചെയ്യും. എന്നിട്ട് അവരോട് ഈ സെർവറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അതിനുശേഷം IP അഡ്രസ് സെറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് റിമോട്ട് ഡെസ്ക്ടോപ്പ് ഇവിടെ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഹെഡ് ഓഫീസിൽ ഇരുന്നിട്ട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്ക് RODC ഈ സെർവറിൽ കോൺഫിഗർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാവർക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ചില കമ്പനികൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഈ ഹെഡ് ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റർ ഒരു ദിവസം ഇതിനായിട്ട് സമയം കണ്ടെത്തി ഈ ബ്രാഞ്ചിൽ പോയി RODC കോൺഫിഗർ ചെയ്യേണ്ടി വരും. ഡിസ്റ്റൻസ് അധികമില്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ചൂസ് ചെയ്യാം. പക്ഷെ ഈ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഒരുപക്ഷെ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ ബ്രാഞ്ചിൽ പോയി RODC കോൺഫിഗർ ചെയ്യുന്നതിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും. അടുത്ത ഒരു മെത്തേഡ്, ഈ ഹെഡ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഒരു RODC സെർവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹെഡ് ഓഫീസിൽ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് IP ആണ് ഈ RODCക്ക് കൊടുക്കുക. RODC എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ കമ്പ്യൂട്ടർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് ദുബായിൽ കൊണ്ടുപോകുക. എന്നിട്ട് അവിടെ ഫിക്സ് ചെയ്യുക. ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ഈ RODCയിൽ നമ്മൾ IP അഡ്രസ് കൊടുത്തിരിക്കുന്നത് അബുദാബിയിലെ നെറ്റ്വർക്ക് IP ആണ്. ഈ IP അഡ്രസ് ചേഞ്ച് ചെയ്ത് എന്താണോ ഈ ദുബായിലുള്ള നെറ്റ്വർക്ക് IP അത് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുബായ് എന്നാക്കി കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ ഈ RODC പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഇതാണ് വേറെ ഒരു മെത്തേഡ്. ഇനി അതുമല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ഹെഡ് ഓഫീസിൽ ഓൾറെഡി ഒരു ഡൊമൈൻ കൺട്രോളർ റൺ ആകുന്നുണ്ട്. ഈ ഡൊമൈൻ കൺട്രോളറിൽ പ്രീ ക്രിയേറ്റ് ഡൊമൈൻ കൺട്രോളർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ദുബായിൽ ഒരു സെർവർ കമ്പ്യൂട്ടർ വാങ്ങിച്ച് ആ കമ്പ്യൂട്ടറിന്റെ നെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് നെയിമാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഡയറക്റ്റ് ഈ ദുബായിൽ പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ റിമോട്ട് ഡെസ്ക്ടോപ്പ് വഴി ഈ ദുബായിൽ RODC കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമോ വരുന്നില്ല. ഈ പറഞ്ഞ രീതിയിലാണ് പലരും ഇപ്പോൾ റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളറുകൾ നിർമ്മിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രീ ക്രിയേറ്റ് ഡൊമൈൻ കൺട്രോളർ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു RODC ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു RODC ക്രിയേറ്റ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ കമ്പനിയുടെ സ്ട്രക്ചർ നോക്കിയിട്ട് ഏത് രീതി വേണമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് അതുപോലെ ചെയ്യുക. അപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പൊ
ഇപ്പോ ഈ കാണുന്നത് അബുദാബിയിൽ ഇരിക്കുന്ന മെയിൻ ഡൊമൈൻ കൺട്രോളർ ആണ്. കമ്പ്യൂട്ടറിന്റെ നെയിം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡൊമൈൻ എന്ന് തന്നെയാണ്. test.com എന്നതാണ് നമ്മുടെ ഡൊമൈന്റെ നെയിം. IP അഡ്രസ് കൊടുത്തിരിക്കുന്നത് 192.168.1.10 എന്നതാണ്. അടുത്തത് ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന കൺസോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡൊമൈൻ കൺട്രോളേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡൊമൈൻ എന്ന കമ്പ്യൂട്ടർ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. ആകെ ഒരു ഡൊമൈൻ മാത്രമേ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ റണ്ണിങ്ങിലുള്ളൂ. ഇനി നമുക്ക് ദുബൈയിലേക്ക് ആവശ്യമായ ഒരു അഡ്മിൻ അക്കൗണ്ടും യൂസറുകളെയും ക്രിയേറ്റ് ചെയ്യണം. RODC സെർവറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാനോ എഡിറ്റ് ചെയ്യുവാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ അഡ്മിൻ അക്കൗണ്ടും യൂസർ അക്കൗണ്ടുകളും ഈ മെയിൻ ഡൊമൈൻ കൺട്രോളറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ യൂസേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു അഡ്മിൻ അക്കൗണ്ടും ഒരു യൂസർ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുകളിൽ നോക്കിയാൽ ഡിഫോൾട്ട് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പ്സുകൾ കാണാം നമുക്ക്. അലൗഡ് RODC പാസ്വേഡ് റീപ്ലിക്കേഷൻ ഗ്രൂപ്പ്, അടുത്തത് ഡിനൈഡ് RODC പാസ്വേഡ് റീപ്ലിക്കേഷൻ ഗ്രൂപ്പ്. ഇതിൽ ഡിനൈഡ് RODC പാസ്വേഡ് റീപ്ലിക്കേഷൻ ഗ്രൂപ്പ് എന്നതിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇതിൽ മെമ്പേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ കമ്പനിയിലെ പ്രധാനപ്പെട്ട എല്ലാ അഡ്മിൻ ഗ്രൂപ്പുകളും ഇതിന്റെ ഉള്ളിൽ കാണുവാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു RODC കോൺഫിഗർ ചെയ്യുന്നത് സെക്യൂരിറ്റി അധികമില്ലാത്ത സ്ഥലങ്ങളിലാണ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഗ്രൂപ്പ്സുകളിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും യൂസറുകൾ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അത് RODCയിലെ ക്യാഷ് മെമ്മറിയിൽ സേവ് ആകും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ RODC ആരെങ്കിലും ഹാക്ക് ചെയ്താൽ ഈ യൂസർ ID ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മെയിൻ ഡൊമൈൻ കൺട്രോളറിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുവാനാണ് മൈക്രോസോഫ്റ്റ് തന്നെ ഡിനൈഡ് RODC ഗ്രൂപ്പില് പ്രധാനപ്പെട്ട എല്ലാ അഡ്മിൻ പ്രിവിലേജ് ഉള്ള ഗ്രൂപ്പ്സുകളെയും ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അലൗഡ് RODC പാസ്വേഡ് ഗ്രൂപ്പ് എന്നതിന് പ്രോപ്പർട്ടീസ് എടുത്ത് മെമ്പേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഒരു യൂസറെയും കാണിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ദുബായ് അഡ്മിൻ അതുപോലെ തന്നെ ദുബായ് യൂസർ എന്ന അക്കൗണ്ടുകൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ അക്കൗണ്ടുകൾക്ക് ദുബായിലെ ക്ലയന്റ് കമ്പ്യൂട്ടറുകളിലും അതുപോലെ തന്നെ സെർവറിൽ ലോഗിൻ ആകണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഫൈൻഡ് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോ കമ്പനിയിലെ യൂസറുകളെയും ഗ്രൂപ്പ്സുകളെയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ദുബായ് അഡ്മിനെയും ദുബായ് യൂസറെയും ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ അതെല്ലാം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം ഡൊമൈൻ കൺട്രോളർ എന്നതിന് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രീ ക്രിയേറ്റ് ഡൊമൈൻ കൺട്രോളർ അക്കൗണ്ട് എന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ യൂസ് അഡ്വാൻസ്ഡ് മോഡ് ഇൻസ്റ്റലേഷൻ എന്നത് ടിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി നമ്മുടെ ഡൊമൈൻ നെയിം കാണിക്കുന്നുണ്ട്. താഴെ ഈ RODC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ പ്രിവിലേജും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കമ്പ്യൂട്ടർ നെയിം ചോദിക്കുന്നുണ്ട്. അതായത് RODC ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടറിന്റെ നെയിമാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ആ നെയിം RODC എന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കമ്പ്യൂട്ടർ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ ഈ എൻ്റർ ചെയ്യുന്ന നെയിം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ നെയിം തന്നെ ആയിരിക്കണം RODC ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടറിന്റെ നെയിമിലും ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ സെയിം നെയിം ആയിരുന്നാൽ മാത്രമേ ഒരു RODC നമുക്ക് ഈ മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് RODCകൾ പല സൈറ്റുകളിലാണെങ്കിൽ ആ സൈറ്റ് നെയിംസുകൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ദുബായ്, ഷാർജ, അജ്മാൻ, അലൈൻ എന്നിവിടങ്ങളിലൊക്കെ RODC ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടെ സൈറ്റ് നെയിം കൊടുത്തുകൊണ്ട് കോൺഫിഗർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ സൈറ്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഡിഫോൾട്ട് ഫസ്റ്റ് സൈറ്റ് നെയിം എന്ന് കാണിക്കുന്നത്. സൈറ്റുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ സൈറ്റുകളൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഡിഫോൾട്ട് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഇപ്പോ അടുത്ത വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ എന്നത് മസ്റ്റായും ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ വന്ന വിൻഡോയിൽ ആരുടെയെല്ലാം പാസ്വേഡുകൾ ഈ RODCയിലേക്ക് അയക്കണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം എന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ നോക്കിയാൽ അലൗഡ് RODC പാസ്വേഡ് റീപ്ലിക്കേഷൻ ഗ്രൂപ്പ് എന്നതിൽ ആരെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ആ RODCയിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ വന്ന ഈ വിൻഡോയിൽ പറയുന്നത് ദുബായിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ RODCക്ക് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ആരാണ് എന്നതാണ് ചോദിക്കുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് RODCയിലെ ആക്റ്റീവ് ഡയറക്ടറിയിലെ ഒരു ക്രിയേഷൻസും അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗും തന്നെ നടത്താൻ സാധിക്കുകയില്ല. പ്രധാനമായും ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് യൂസ് ചെയ്യുക ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുവാനോ അല്ലെങ്കിൽ പ്രിന്ററുകൾ ഇൻസ്റ്റാൾ ചെയ്യുവാനോ ഒക്കെ പെർമിഷൻസ് ആവശ്യപ്പെടും.
അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ദുബൈയിലെ RODCക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന അഡ്മിൻ പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ആക്റ്റീവ് ഡയറക്ടറിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഡൊമൈൻ അക്കൗണ്ട് കൊണ്ട് സാധിക്കുകയില്ല. വിൻഡോസ് സംബന്ധമായ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഈ അക്കൗണ്ട് കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ദുബായ് അഡ്മിൻ എന്ന അക്കൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ഒരു റിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഡൊമൈൻ കൺട്രോളറിൽ നോക്കിയാൽ കാണാം RODC എന്നൊരു നെയിം കിടക്കുന്നത്. ഇവിടെ തന്നെ ഒരു ബ്ലാക്ക് ഡൗൺ ആരോ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ അർത്ഥം ഇത് ഡിസേബിൾ ആണെന്നാണ്. അതായത് നമ്മൾ ഇപ്പോഴും RODC കമ്പ്യൂട്ടറിൽ RODC ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് ഡിസേബിൾ മോഡിൽ കിടക്കുന്നത്. അപ്പൊ നമുക്കത് കോൺഫിഗർ ചെയ്യാനായിട്ട് RODCയിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ RODC ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടറിലാണ് ഇരിക്കുന്നത്. ഈ സെർവറിന്റെ നെയിം കൊടുത്തിരിക്കുന്നത് RODC എന്ന് തന്നെയാണ്. ഈ സെയിം നെയിം തന്നെയാണ് നമ്മൾ നേരത്തെ പ്രീ ക്രിയേറ്റ് അക്കൗണ്ട് നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഈ നെയിം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ RODC കമ്പ്യൂട്ടറിന് എന്ത് നെയിമാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ നെയിം തന്നെ ആയിരിക്കണം പ്രീ ക്രിയേറ്റ് അക്കൗണ്ട് നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോഴും കൊടുക്കേണ്ടത്. ഡൊമൈനൊന്നും മെമ്പർ ആക്കിയിട്ടില്ല. IP അഡ്രസ് കൊടുത്തിരിക്കുന്നത് 192.168.1.200 എന്നതാണ്. DNS IP കൊടുത്തിരിക്കുന്നത് ഓൾറെഡി റണ്ണിംഗിൽ ഇരിക്കുന്ന ഡൊമൈന്റെ IP അഡ്രസ് തന്നെയാണ്. അപ്പൊ നമുക്ക് RODC കോൺഫിഗർ ചെയ്യാം. അതിനായിട്ട് സെർവർ മാനേജർ ഓപ്പൺ ചെയ്യുക. ഇവിടെ മാനേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇപ്പോ ഈ വന്നിരിക്കുന്ന മെനുവിൽ നിന്നും ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു വിൻഡോ ലഭിക്കും. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ സമയം കളയുന്നില്ല. ഇവിടെ നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സെർവർ നെയിമും IP അഡ്രസ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. താഴെ നമുക്ക് വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പൊ വന്ന ഈ വിൻഡോയിൽ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് എന്നത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പൊ വന്നിരിക്കുന്ന ഈ ചെറിയ വിൻഡോയിൽ ആഡ് ഫീച്ചേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള വിൻഡോ വന്നിട്ടുണ്ട്. RODC ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇവിടെയും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ മുകളിൽ റീസ്റ്റാർട്ട് ദ ഡെസ്റ്റിനേഷൻ സെർവർ ഓട്ടോമാറ്റിക്കലി ഇഫ് റിക്വയർഡ് എന്നത് ടിക്ക് മാർക്ക് കൊടുക്കാം. ഇവിടെ യെസ് എന്ന് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്വല്പ സമയം എടുക്കും കഴിയാൻ. അതുകൊണ്ട് ഒന്ന് പോസ് ചെയ്യുകയാണ് വീഡിയോ. ഈ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ആ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ താഴെ പ്രൊമോട്ട് ദി സെർവർ ടു എ ഡൊമൈൻ കൺട്രോളർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു പുതിയ വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഓൾറെഡി ഒരു ഡൊമൈൻ കൺട്രോളർ നമുക്കുണ്ട്. അതിന്റെ റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ ആണ് നമ്മൾ നിർമ്മിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്ത് ഇപ്പൊ റണ്ണിംഗിൽ ഇരിക്കുന്ന ഡൊമൈൻ നെയിം ഇവിടെ കൊടുക്കുക. ഞാൻ test.com എന്ന് കൊടുക്കുന്നു. താഴെ ചേഞ്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള പെർമിഷൻ ക്രെഡൻഷ്യൽ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. ഞാനിവിടെ test/administrator എന്ന് കൊടുക്കുന്നു. ഈ അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ഈ വിൻഡോയിലെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക, റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ഓപ്ഷൻ കണ്ടിരുന്നെങ്കിലും ഇത് ടിക്ക് മാർക്ക് കൊടുക്കാതെയാണ് കണ്ടിന്യൂ ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് ടിക്ക് മാർക്ക് ചെയ്യുക. തുടർന്ന് താഴെ DSRM പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്യാം. ഞാനത് എൻ്റർ ചെയ്യുന്നു. താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ വന്ന വിൻഡോയിലെ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക. രണ്ട് സെറ്റിംഗുകൾ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. അതിലെ ആദ്യത്തെ അക്കൗണ്ട്സ് ദാറ്റ് ആർ അലൗഡ് ടു റീപ്ലിക്കേറ്റ് പാസ്വേഡ് ടു ദ RODC. രണ്ടാമത്തെ അക്കൗണ്ട്സ് ദാറ്റ് ആർ ഡിനൈഡ് ഫ്രം റീപ്ലിക്കേറ്റിംഗ് പാസ്വേഡ് ടു ദ RODC. അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഈ RODCയിലേക്ക് ആവശ്യമായ എല്ലാ യൂസർ നെയിമുകളെയും പാസ്വേഡുകളെയും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ മെയിൻ ഡൊമൈൻ കൺട്രോളറിലാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന യൂസർ നെയിമുകളുടെ പാസ്വേഡുകൾ ഈ RODC സെർവറിലേക്ക് റീപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂസർ നെയിം മാത്രം ഇവിടെ ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്താൽ ആ യൂസറുടെ മാത്രം പാസ്വേഡ് മെയിൻ ഡൊമൈൻ കൺട്രോളറിൽ നിന്നും ഈ RODCയിലേക്ക് കൂടി റീപ്ലിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിലേഡ് ഗ്രൂപ്പിൽ നോക്കുക. നേരത്തെ കണ്ടതുപോലെ മെയിൻ അഡ്മിൻ ഗ്രൂപ്പുകളെല്ലാം ഇതിലാണുള്ളത്. നമുക്ക് RODC സെർവറിലേക്ക് ആവശ്യമായ രണ്ട് അക്കൗണ്ടുകളും ഓൾറെഡി അലൗഡ് റീപ്ലിക്കേഷൻ എന്ന ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. തുടർന്ന് ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഏത് ഡൊമൈൻ കൺട്രോളറിന്റെ RODC ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യുക. വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡൊമൈൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ആകെ ഒരു ഡൊമൈൻ കൺട്രോളർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നെക്സ്റ്റ് കൊടുക്കുന്നു.
ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ചെറിയൊരു വ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. താഴെ ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ പ്രീ റിക്വസിറ്റ്സ് എല്ലാം പാസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് താഴെ നമുക്ക് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. സ്വല്പ സമയം എടുക്കും ഇത് ഇൻസ്റ്റാൾ ആയി കഴിയാൻ. അതുകൊണ്ട് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ RODC സെർവർ റീസ്റ്റാർട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡൊമൈൻ കൺട്രോളറിൽ പോയിട്ട് ഈ RODC അവിടെ ഡൊമൈൻ കൺട്രോളറിൽ എനേബിൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ നേരത്തെ നോക്കുമ്പോൾ RODC എന്നത് ഡിസേബിൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ RODC സെർവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡൊമൈൻ കൺട്രോളറിൽ പോയി നോക്കാം അത് എനേബിൾ ആയിട്ടുണ്ടോ എന്നത്. അതിനായിട്ട് ഇവിടെ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഡൊമൈൻ കൺട്രോളർ എന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ RODC എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും RODC സെർവറിൽ പോയി നോക്കാം. ഇപ്പൊ ഞാൻ ലോഗിൻ ആയിരിക്കുന്നത് ദുബായ് അഡ്മിൻ എന്ന യൂസറിലാണ്. ഇവിടെ നമുക്ക് ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് യൂസറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഓൾറെഡി ഉള്ള ഒരു യൂസറെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ദുബായ് യൂസർ എന്ന അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് നമ്മളിപ്പോ ലോഗിൻ ആയിരിക്കുന്ന ദുബായ് അഡ്മിൻ ഇല്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഈ RODC സെർവറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും തന്നെ ഈ യൂസർ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുകയില്ല. ഇനി ദുബായിലെ ക്ലയന്റ് കമ്പ്യൂട്ടറുകളിൽ ഓൾട്ടർനേറ്റ് DNS സെർവറിൽ ഈ RODCയുടെ IP അഡ്രസ് കൊടുക്കുക. അതുപോലെ പ്രിഫേർഡ് DNS സെർവറിൽ മെയിൻ ഡൊമൈൻ കൺട്രോളറിന്റെ IP കൊടുക്കുക. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ RODC ആരെങ്കിലും ഹാക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഹാക്ക് ചെയ്ത് ഉള്ളിൽ കടന്ന ഈ RODCയെ കോണ്ടാക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന യൂസറുകളെയും പാസ്വേഡുകളെയും ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ആ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഡൊമൈൻ കൺട്രോളറിലേക്ക് VPN വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ ഈ ഡൊമൈൻ കൺട്രോളറിലേക്ക് ഇവർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോ ഇങ്ങനെ RODC ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇവിടെ ഡൊമൈൻ കൺട്രോളറിൽ ക്ലിക്ക് ചെയ്ത് ആ RODC ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ഞാനിവിടെ ഡിലീറ്റ് കൊടുക്കുന്നു. ഡിലീറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ യെസ് കൊടുക്കുന്നു. ഇപ്പൊ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ 3 ഓപ്ഷൻസുകൾ കാണാം നമുക്ക്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ഈ ദുബായിലെ RODC സെർവറിലെ ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ യൂസർ അക്കൗണ്ടുകളുടെയും പാസ്വേഡുകൾ റീസെറ്റ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാകാത്ത മറ്റൊരു പാസ്വേഡ് ഈ RODC സെർവർ തന്നെ ഈ യൂസറുകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ യൂസർ അക്കൗണ്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയില്ല. ഈവൻ ഈ കമ്പനിയിലെ മെയിൻ അഡ്മിനിസ്ട്രേറ്റർക്ക് പോലും ഈ പാസ്വേഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ യൂസർ അക്കൗണ്ടുകൾക്ക് ഇപ്പൊ RODC ഓട്ടോമാറ്റിക് ആയിട്ട് നൽകപ്പെട്ടിട്ടുള്ള പാസ്വേഡുകൾ മാനുവൽ ആയിട്ട് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഓപ്ഷനും ഏകദേശം സെയിം തന്നെയാണ്. അതായത് ഈ RODCയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ അക്കൗണ്ടുകൾ റീസെറ്റ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ഇങ്ങനെ റീസെറ്റ് ചെയ്യപ്പെടുന്ന യൂസർ അക്കൗണ്ടുകളും കമ്പ്യൂട്ടറുകളും ഒരു ഫയലിൽ സേവ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് ബ്രൗസിൽ ക്ലിക്ക് ചെയ്ത് ആ ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ആ RODC റിമൂവ് ആയിട്ടുണ്ട്. ഇനി ആ RODCയിലെ ഒരു യൂസർക്കും RODCയിൽ ലോഗിൻ ചെയ്യുവാനോ അല്ലെങ്കിൽ മെയിൻ ഡൊമൈൻ കൺട്രോളറിൽ ലോഗിൻ ചെയ്യുവാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. കാരണം ആ RODC അക്കൗണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ യൂസർക്ക് മാനുവൽ ആയിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്താൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ RODCയെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് സ്വീകരിക്കുക എന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഹാക്കർക്ക് മാത്രമേ ഹാക്കിങ് ഏതൊക്കെ രീതിയിൽ തടയാമെന്ന് കോൺഫിഗർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഒരു കമ്പനിയിൽ ഹാക്കിങ് നടക്കാമെന്ന് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. അതെല്ലാം മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹാക്കിങ് തടയുവാനും സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് വരുന്ന ക്ലാസ്സിൽ നമുക്ക് അതെല്ലാം കവർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നൊരു ബേസിക് ക്ലാസ് ആയിരുന്നു നമ്മൾ നോക്കിയത്. ഇതിന്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകളെല്ലാം തന്നെ നമുക്ക് വരുന്ന പാർട്ടുകളിൽ കവർ ചെയ്യാം. ഒരു തവണ മാത്രം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് മനസ്സിലാകുന്നവരെ കാണുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. നന്ദി.